മാണിക്യക്കല്ല് മൂന്നാം ഭാഗം. കൽപ്പടവുകളിലൂടെ അവർ നടന്നെത്തിയത് ചിത്രപ്പണികൾ ചെയ്ത ഒരു വലിയ ഇരുമ്പുവാതിലിന്റെ മുന്നിലാണ്. അവസാനത്തെ കൽപ്പടവിൽ ചവിട്ടി നിന്നപ്പോൾ മുകളിൽ പിളർന്നു നിന്നിരുന്ന വെള്ളം ഒന്നിച്ചു ചേർന്നു. തൊട്ടു മുന്നിൽ ഒരു വലിയ മതിൽക്കെട്ട് പോലെ വെള്ളം. ജയചന്ദ്രനും സത്യനും ഒരു അത്ഭുത ലോകത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നി. ഈ വാതിലിനപ്പുറമായിരിക്കുമോ പാതാളം? ജയചന്ദ്രൻ ചോദിച്ചു. സത്യനൊന്നും മിണ്ടിയില്ല. ആ വാതിൽ അയാൾ പരിശോധിക്കുകയായിരുന്നു. അതിന്റെ നടുവിൽ ഒരു തിളങ്ങുന്ന വട്ടക്കണ്ണിയുണ്ട്. അത് പിടിച്ചു വലിച്ചപ്പോൾ ശബ്ദമില്ലാതെ അത് തുറന്നു. അവിടെ നിന്ന് നോക്കിയപ്പോൾ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യെന്ന് തോന്നിപ്പോയി. നീലക്കല്ലുകൾ പതിച്ച വിശാലമായ ഒരു മുറ്റം, അതിനപ്പുറം കൊട്ടാരം പോലെ മനോഹരമായൊരു മണിമാളിക. വെള്ളത്തിനടിയിലാണ് ഇതെല്ലാം എന്ന വാസ്തവം തൽക്കാലം അവർ മറന്നു. കാറ്റുണ്ട്, വെളിച്ചമുണ്ട്, മാളികയുടെ ചുറ്റും പൂക്കളും വള്ളികളുമുണ്ട്. ആരായിരിക്കും ഈ മാളികയിൽ? ആരോ, സത്യൻ പറഞ്ഞു. പക്ഷെ സൂക്ഷിച്ചു വേണം നാം കടന്നു ചെല്ലാൻ. പതുക്കെ പതുക്കെ അവർ മുറ്റത്തിലൂടെ നടന്നു. ചുറ്റും ഒരു ജീവിയും പാർപ്പുള്ള ലക്ഷണമില്ല. വാൾപ്പിടിയിൽ കൈവച്ച് ജയചന്ദ്രൻ മുന്നിൽ നടന്നു. ചുറ്റുപാടും ശ്രദ്ധാപൂർവം സത്യനും കണ്ണോടിക്കുന്നുണ്ടായിരുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഒന്നൊന്നായി തുറന്ന് അവർ താഴത്തെ നില മുഴുവൻ നടന്നു കണ്ടു. ജീവനുള്ള ഒന്നിനെയും ആ ഭാഗത്ത് കണ്ടില്ല. മുകളിലേക്കുള്ള പിരിയൻ കോണിയുടെ ചുവട്ടിലെത്തിയപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞു, ആരും ഉണ്ടാവില്ല. സത്യൻ മന്ത്രിച്ചു, ശബ്ദിക്കാതിരിക്കൂ, എവിടെയോ അപകടമുണ്ടെന്ന് തോന്നുന്നു. പതുക്കെ അവർ കോണി കയറി. രണ്ടാമത്തെ നിലയും ശൂന്യമായിരുന്നു. മൂന്നാം നിലയുടെ മുകളിലെത്തിയപ്പോൾ മുല്ലപ്പൂക്കളുടെ സുഗന്ധം മുകളിലേക്ക് അടിച്ചു കയറി. സത്യൻ ജയചന്ദ്രന്റെ ചെവിയിൽ പറഞ്ഞു, ആരോ ഉണ്ട്, സ്ത്രീകളായിരിക്കും. അവിടെ മൂന്ന് വാതിലുകൾ കണ്ടു. മൂന്നും അടഞ്ഞു കിടക്കുകയാണ്. ആദ്യത്തെ വാതിലിന്റെ താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കി. സത്യൻ പൊടുന്നനെ കണ്ണ് പിൻവലിച്ചു. കൂട്ടുകാരന്റെ മുഖത്തെ പരിഭ്രമം ജയചന്ദ്രന് ഉടനെ മനസ്സിലായി. ധൈര്യം അവലംബിച്ച് അയാൾ നോക്കി. അപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നി. അവിടെ തലയോടുകളും അസ്ഥികളും കുന്നുകൂടി കിടക്കുകയാണ്. രണ്ടാമത്തെ വാതിൽക്കലെത്തി. കനത്ത ഇരുമ്പ് പലകകൾ കൊണ്ടാണ് ആ വാതിൽ. അതിന്റെ താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ വിശാലമായ ഒരു മുറി കണ്ടു. ഒരരികിൽ ഒരു വലിയ ഇരുമ്പ് കട്ടിൽ. സാധാരണ കട്ടിലുകളേക്കാൾ 4-5 ഇരട്ടി നീളവും വീതിയുമുണ്ട്. ഒരു മൂലയിൽ കനത്ത ഒരു ഗദ ചാരി വച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ജയചന്ദ്രൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിഭയങ്കരനായ ഒരു ജീവിയുടെ വാസസ്ഥലമാണിത്. ആ ഗദയും കട്ടിലും നോക്കൂ, ഒരു രാക്ഷസനായിരിക്കണം. പേടിച്ച് പേടിച്ചവർ മൂന്നാമത്തെ വാതിലിനരികെത്തി. അതിന്റെ താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ മനോഹരമായി അലങ്കരിച്ച ഒരു മുറി കണ്ടു. ആ മുറിക്കകത്ത് നിന്നാണ് അല്പം മുമ്പ് അനുഭവിച്ച പരിമളം പൊങ്ങി വന്നത്. അരികിൽ മെത്തയിൽ ഉറങ്ങിക്കിടന്ന ഒരു രൂപം അവർ കണ്ടു. ഭയപ്പാട് കൊണ്ട് മങ്ങിപ്പോയിരുന്ന കണ്ണുകൾക്ക് പെട്ടെന്ന് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സുന്ദരിയായ പെൺകിടാവാണെന്ന് മനസ്സിലായി. വാതിൽ പൂട്ടിയിരിക്കുകയാണ്. ഉന്തി നോക്കി, അനങ്ങുന്നില്ല. അവർ മനുഷ്യ സ്ത്രീയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഈ അത്ഭുത ലോകത്തിൽ അവൾ എങ്ങനെ എത്തിയെന്ന്? അവൾ വാസ്തവത്തിൽ ആരാണ്? രാജകുമാരന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുകയായിരുന്നു. നമുക്ക് അകത്ത് കടക്കണം, രാജകുമാരൻ പറഞ്ഞു. പുറത്തു നിൽക്കുന്നതിലും ഭേദം ആ മുറിക്കകത്ത് കടക്കുന്നതാണെന്ന് സത്യനും തോന്നി. അടുത്ത മുറിയിലെ ഗദയും അതിനപ്പുറത്തെ തലയോടുകളും അയാൾ ഓർമ്മിച്ചു. ഒരു രാക്ഷസനാണ് ഏറ്റുമുട്ടുന്നതിലും നല്ലത് ഈ ഉറങ്ങുന്ന സുന്ദരിയെ ഉണർത്തി വിവരങ്ങൾ അറിയുകയാണെന്ന് അയാൾക്ക് തോന്നി. പക്ഷെ മുറിക്കകത്ത് കടക്കാൻ വഴിയുണ്ടായിരുന്നില്ല. സംശയിച്ചു നിൽക്കുമ്പോഴാണ് മുകളിലെ കിളിവാതിൽ സത്യൻ കണ്ടത്. ചെറുതാണ് എങ്കിലും ഞെരുങ്ങിയാൽ തന്റെ ശരീരം കൊള്ളിക്കാമെന്ന് അയാൾ ഉറപ്പിച്ചു. രാജകുമാരന്റെ ചുമലിൽ കയറി അയാൾ കിളിവാതിലിന് മുകളിലൂടെ അഴി പിടിച്ച് എന്നിട്ട് പക്ഷിക്കുഞ്ഞിന്റെ ലാഘവത്തോടെ പഴുതിലൂടെ നുഴഞ്ഞു കയറി. വീരനും പരാക്രമിയുമായ ജയചന്ദ്രൻ ആ കാഴ്ച കണ്ടപ്പോഴാണ് കൂട്ടുകാരനെ കുറിച്ച് അത്ഭുതം തോന്നിയത്.
കിളിവാതിലൂടെ സത്യൻ മറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയചന്ദ്രൻ ആകെ പരവശനായി. പുറത്തു താൻ തനിയെ. അകത്ത് ഉറങ്ങുന്ന സുന്ദരിക്ക് പുറമെ ആരെങ്കിലും പതിയിരിക്കുന്നുണ്ടാവുമോ? അടുത്ത മുറിയിൽ കണ്ട ഗദയുടെ ഉടമസ്ഥൻ ഇപ്പോഴാണ് വന്നു കയറുന്നതെങ്കിൽ തന്റെ സ്ഥിതി എന്ത്? സംശയിച്ചു നിൽക്കുമ്പോൾ മുന്നിൽ ആ വാതിൽ പാതി തുറന്നു. സത്യൻ മുഖം മാത്രം പുറത്തു കാണിച്ച് താണസ്വരത്തിൽ പറഞ്ഞു, വരൂ. അയാളും അകത്ത് കയറി. പതുക്കെ പതുക്കെ കട്ടിലിനടുത്തേക്ക് അവർ നടന്നെടുത്തു. അപ്പോഴും ആ സുന്ദരി ഉറങ്ങുകയാണ്. അപ്പോൾ മുകളിലേക്ക് നിന്നോ ഒരു ശബ്ദം വിളിച്ചു പറയുന്നു, ആപത്ത്, ആപത്ത്. രാജകുമാരൻ വാൾ പകുതി വലിച്ചൂരി തയ്യാറായി നിന്നു. ഉറങ്ങുന്ന സുന്ദരി കണ്ണു തുറന്നു. തന്റെ മുറിക്കകത്ത് രണ്ട് അപരിചിതരെ കണ്ടതുകൊണ്ടാവണം അവൾ നിലവിളിക്കാൻ തുടങ്ങി. സത്യൻ പതുക്കെ പറഞ്ഞു, ശബ്ദിക്കരുത്, ഞങ്ങൾ ശത്രുക്കളല്ല. നിലവിളി തൊണ്ടയിൽ വറ്റിപ്പോയ പോലെ അവൾ പെട്ടെന്ന് നിശബ്ദയായി. എന്നാലും പരിഭ്രമവും ഭയവും മുഖത്തുനിന്ന് മറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരാണ്? എന്തിനിവിടെ വന്നു? രാജകുമാരൻ പറഞ്ഞു, അതൊക്കെ പിന്നെ പറയാം. ഇതാരുടെ സ്ഥലമാണ്? നീ ആരാണ്? അപ്പോഴും ഒരു ശബ്ദം വിളിച്ചു പറഞ്ഞു, ആപത്ത്, ആപത്ത്. എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ആ സുന്ദരി മെത്തയിൽ നിന്ന് താഴത്തിറങ്ങി പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ജീവൻ വേണമെങ്കിൽ പൊയ്ക്കൊള്ളൂ. എന്താണ് ഇവിടെ ആപത്ത്? ഞങ്ങൾ അത്ര ഭീരുക്കളല്ല. രാക്ഷസൻ വരുന്ന സമയമായി, വേഗം പോവൂ. ആരാണ് ഈ രാക്ഷസൻ? അയാളുടെ മാളികയാണിത്. അയാൾ എന്നെ ഇവിടെ ബലാത്കാരമായി കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ. അപ്പോഴും ആ ശബ്ദം, ആപത്ത്, ആപത്ത്. എന്താണ് ഈ ശബ്ദം? അത് രാക്ഷസൻ വളർത്തുന്ന തത്തയാണ്. മുകളിലെ കിളിവാതിൽ അതാ, അതിന്റെ തല കാണുന്നില്ലേ? അയാൾ വന്നു കയറിയ ഉടനെ വിവരം അത് വിളിച്ചു പറയും. രണ്ട് മുറികളെയും വേർതിരിക്കുന്ന ഭിത്തിയുടെ മുകളിൽ ഒരു പഴുതുണ്ട്. അതിലാണ് തത്തയുടെ ഇരിപ്പ്. രാജകുമാരൻ പൊടുന്നനെ അരയിൽ നിന്ന് കത്തി വലിച്ചൂരി മുകളിലെ പഴുതു ലക്ഷ്യമാക്കി ഒരു ഏറ് കൊടുത്തു. ഒരു നിമിഷം തത്ത താഴെ വീണ് പിടഞ്ഞു. അതിന്റെ ശരീരത്തിൽ ആ കഠാരി ആണ്ടിറങ്ങിയിരുന്നു. സുന്ദരി ആകെ വിവശയായി പറഞ്ഞു, രാക്ഷസൻ വന്നാൽ എല്ലാം കഴിഞ്ഞു. തത്തയുടെ ശബ്ദം കേൾക്കാത്തപ്പോൾ അയാൾക്ക് സംശയം തോന്നും. സത്യൻ പറഞ്ഞു, ഭയപ്പെടാതിരിക്കൂ. നിങ്ങൾ ആരാണ്? രാക്ഷസന്റെ കയ്യിൽ എങ്ങനെ വന്നു ചേർന്നു? അപ്പോഴും അവൾ അപേക്ഷിക്കുകയായിരുന്നു, ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോളൂ. രാക്ഷസൻ ഭക്ഷണം തേടി പോയിരിക്കുകയാണ്. ഇപ്പോൾ വരും. ഞാൻ രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ്. രാജകുമാരൻ പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പറയൂ, നിങ്ങൾ ആരാണ്? ഞാൻ ഒരു രാജകുമാരിയാണ്. ഇവിടെ എങ്ങനെ എത്തി? ആ കഥ പറയാൻ അവൾ തയ്യാറെടുത്തു.